إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക പ്രമാണങ്ങളാകുന്ന പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്സുന്നത്തിനെ സംബന്ധിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു വന്നത്. അസ്സുന്നത്ത് എന്നാൽ എന്താണ് എന്നും മതത്തിൽ അതിനുള്ള സ്ഥാനവും അതിൻ്റെ പ്രാമാണികതയും മതം പൂർത്തിയാകുന്നതിന് അത് അത്യാവശ്യവും അനിവാര്യവുമാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെയോ തിരുസുന്നത്തിൻ്റെയോ പിൻബലമില്ലാത്ത, പിന്തുണയില്ലാത്ത ഏതൊരു പ്രവൃത്തി ആര് ചെയ്യുന്നുവോ മതമായിട്ടത് അംഗീകരിക്കാൻ പറ്റുകയില്ല. കാരണം അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് അർത്ഥം. ഇനി അങ്ങനെ വല്ലവനും ചെയ്താൽ അത് മതമല്ല, തള്ളപ്പെടേണ്ടതാണ്. അതാണ് അതിൻ്റെ പൊതുവെയുള്ള അതിനുള്ള മറുപടി. എന്നാൽ അത് മതമായി, പുണ്യമായി, ആചാരാനുഷ്ഠാനമായി ചെയ്യുമ്പോൾ അതിന് ശരീഅത്തിന്റെ സാങ്കേതിക പ്രയോഗത്തിൽ ബിദ്അത്ത് എന്നാണ് പറയുക. ഭാഷാപരമായി അനാചാരം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഭാഷാന്തരം ചെയ്യാം. ഇനി മതത്തിന്റെ സാങ്കേതിക ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ മതമാണ്, മതത്തിനോട് തുല്യമായിക്കൊണ്ട് വലിയ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് പുതിയതായ നിർമ്മിതികൾ മതത്തിൽ നടത്തുക. അതാണിപ്പോ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അത് മതമാണ്, പുണ്യമാണ്, ഇതിന് വളരെയധികം പുണ്യമുണ്ട്, മതത്തിൽപ്പെട്ടതാകുമ്പോൾ പുണ്യം ഉണ്ടാവുമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടെ
ഈ പറഞ്ഞ പ്രമാണങ്ങളിൽ പെടാത്ത കാര്യങ്ങളെ അനുഷ്ഠിക്കുകയോ ആചരിക്കുകയോ വിശ്വസിക്കുകയോ പുണ്യം കൽപ്പിക്കുകയോ ചെയ്യുക. ഇതിനാണിപ്പോ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഈ ബിദ്അത്തുകളെ പണ്ഡിതന്മാർ ധാരാളമായി വിഭജിച്ചതായിട്ട് കാണാം. അതിൽ സുപ്രധാനമായ 3 എണ്ണമാണ്. ഒന്ന്, അഖീദയിലുള്ള അഥവാ വിശ്വാസത്തിൽ കടന്നുകൂടുന്ന ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ആചാരങ്ങൾ, വിശ്വാസങ്ങൾ. ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയാണ്, വിശ്വാസങ്ങൾ. മതത്തിൽ ഖുർആനിലോ സുന്നത്തിലോ ആ വിശ്വാസത്തിന് യാതൊരു പിൻബലമോ പിന്തുണയോ ഇല്ല. ഉദാഹരണമായി മരിച്ചുപോയ മഹാന്മാരെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസം. അതെന്താ? അവർ നമ്മെ സഹായിക്കാൻ കഴിയുന്നവരാണ്. അവർ നമുക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യുവാൻ കഴിയുന്നവരാണ്. അവർ നമ്മുടെ രോഗം സുഖപ്പെടുത്തുന്നവരാണ് എന്നിങ്ങനെ ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് വരെ പറഞ്ഞെത്തി. ഇത്തരം വിശ്വാസങ്ങൾ നമ്മുടെ ഖൽബിൽ സ്വാധീനിച്ചാൽ അതിന് പറയുന്ന പേരാണ് അഖീദയിലുള്ള ബിദ്അത്ത് എന്ന്. ആ വിശ്വാസം കുഫ്റാണ്, അത് വേറെ കാര്യം. കാരണം ഖുർആനോ സുന്നത്തോ പഠിപ്പിക്കാത്ത, പിൻബലമില്ലാത്ത, തെളിവില്ലാത്ത, പ്രമാണമില്ലാത്ത ഒന്നിനെ മതത്തിന്റെ വിശ്വാസമായി നമ്മൾ കൊണ്ടു നടന്നാൽ അത് നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസത്തിനാണ് ബാധിക്കുക. അത് നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോഴോ ശിർക്കായി തീരുന്നു. ശിർക്കിന്റെ ഹുക്കം എന്താ? ഹറാമ്. അപ്പൊ ബിദ്അത്തുമായി, ശിർക്കുമായി, അതോടുകൂടെ ഹറാമുമായി. ഉദാഹരണമായി, യാ റസൂലല്ലാഹ് അഗ്സിനി, പ്രവാചകരെ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന്. പ്രവാചകൻ സഹായിക്കുന്നതാണ്, പ്രവാചകനെ സഹായിക്കാൻ കഴിയുന്നതാണ്, പ്രവാചകൻ എന്നെ സഹായിക്കാൻ സാധിക്കുന്ന ആളാണ് എന്ന വിശ്വാസത്തോടുകൂടെ, വിശ്വാസം കൽബിൽ വെച്ചുകൊണ്ട് ഒരുത്തൻ പറയുമ്പോൾ അവന്റെ അഖീദയിലും തകരാറ് സംഭവിച്ചു. അതോടുകൂടെ അത് യാഥാർത്ഥ്യമായിട്ടാണ് അവൻ പറയുന്നതെങ്കിൽ യുഖ്രിജു മിനൽ മില്ല, മില്ലത്തിൽ നിന്ന് അവൻ പുറത്താവും. അതോടുകൂടെ ആ പുറത്താകുന്ന ആ ചെയ്ത പ്രവൃത്തിയുടെ ഹുക്കം എന്താണ്? ഹറാം. ശിർക്ക്, അതിന്റെ വിധി എന്താന്ന്? ഹറാം എന്നാണ്. അപ്പൊ വിശ്വാസത്തിൽ ബാധിക്കുന്നതാവട്ടെ, അത്രേനെ പറ്റി പറയേണ്ടുള്ളൂ. നമ്മളത് അത്തരം വിഷയങ്ങൾ വളരെ വ്യാപകമായും വളരെ കൃത്യമായും പഠിച്ച ആളുകളായതുകൊണ്ട് കൂടുതൽ അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ, ഖുർആനിലെ മഹാഭൂരിപക്ഷം വരുന്ന ഭാഗങ്ങളും ഈ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ആയത്തുകളാണ്. അത് ഖുർആൻ പഠന വിധേയമാക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. കാരണം സമൂഹം അതിൻ്റെ പിന്നിൽ കെട്ടിപ്പിണഞ്ഞു കൂടിയും കൊണ്ട് അത് വിശ്വാസമായി, അനുഷ്ഠാനമായി, ആചാരമായി കൊണ്ടു നടക്കുന്ന, അതിനുവേണ്ടി വാശി പിടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അതൊരു ബിദ്അത്ത് എന്ന് ഞാൻ പറഞ്ഞത് അത് അഖീദയെ സ്വാധീനിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതിരിക്കുമ്പോൾ ശിർക്കും ആവും, അത് ഹറാമുമായി തീരും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു ഈ കാര്യം പറയുന്നുണ്ടല്ലോ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ അവരോട് നിങ്ങൾക്ക് വേണ്ട ഗുണങ്ങളോ ദോഷങ്ങളോ നന്മകളോ തിന്മകളോ രോഗമോ
മറ്റ് ആവശ്യങ്ങളോ അവരോട് നിങ്ങൾ തേടുന്നെങ്കിൽ, പറയുന്നെങ്കിൽ, ദ്വാരക്കുന്നെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ഈ ദുആ അവർ കേൾക്കയില്ല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ തിരിച്ചു ഉത്തരം കിട്ടുന്നതല്ല. അതൊരു സാങ്കല്പികമായി ഖുർആൻ പറഞ്ഞതാ. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്ത ഈ ശിർക്കാകുന്ന കാര്യത്തെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കുന്നതാണ്. ഈ കാര്യം ഖബീറായ അല്ലാഹനെ പോലെ പറഞ്ഞു തരാൻ പറ്റിയ മറ്റൊരുത്തനില്ല. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇത് പറഞ്ഞു തരാൻ, ഇത് വാർത്ത അറിയിക്കാൻ, ഇത് പഠിപ്പിക്കാൻ, ഇത് മനസ്സിലാക്കി തരാൻ ഖബീറായ സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹനെ പോലെ വേറെ ആരുമില്ല എന്ന് സൂറത്തുൽ ഫാത്തിർ 14. വളരെ സൂക്ഷിക്കണം നമ്മൾ. ആളുകൾ ഇതൊക്കെ ഒരു വാശിയുടെ, ഒരു വൈരാഗ്യത്തിന്റെ വിഷയമായിട്ടാണ് ജനങ്ങൾ, സമൂഹം ഇതിനെ കാണുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളെ അഖീദയിലെ സ്വാധീനിച്ചു പോയാൽ, നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിച്ചാൽ നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല. നിങ്ങൾ നോക്ക്, അതിനു വേണ്ടിയല്ലേ ഈ മക്കാമുകളും ഈ മസാറുകളും ഈ ഉറൂസുകളും ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നത്? അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ. എല്ലാം എന്തിനാ ഇന്ന് ലഭിക്കാനുള്ളത്? നടത്തുന്നവന് പണം കിട്ടും, ശരിയാന്ന്. പക്ഷേ ഈ പണം കൊണ്ടിടുന്നവന്റെ മനസ്സിലുള്ളത് എന്താ? ഈ വിശ്വാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 5 ദിവസം ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അവരിലെ അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ മസാജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. ഇതന്നെ റസൂല് മരിക്കാൻ കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടും റസൂലുള്ള വരുന്നത് ഇത് തന്നെയാണ്. ഗൗരവമില്ലാത്ത കാര്യമാണ് ഇത്, വരണ്ടോ? ഇത് അത്ര ഗൗരവമുള്ള ഒന്നല്ല. അതിങ്ങനെ സെൽഫികൾ ഇങ്ങനെ പറയുന്ന കാര്യമാണ്, അതൊന്നും വലിയ സംഭവമല്ല എന്നാണ് അല്ലേ? അങ്ങനെയാണ് സമൂഹത്തിന്റെ ധാരണ. പക്ഷേ അബോധാവസ്ഥയിൽ കിടക്കുന്നു, ബോധം തെളിയുന്നു, വീണ്ടും അബോധാവസ്ഥയിലേക്ക് മടങ്ങുന്നു, വീണ്ടും ബോധം തെളിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കാര്യം ഇതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ഇതിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർ പൂർവികരായ അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ഖബറിടങ്ങളെ, ശ്മശാനങ്ങളെ, അവരെ മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അലാ ഫല തത്തഖിദൂ, നിങ്ങൾ ചെയ്തു പോവരുത് കേട്ടോ. അത് മാത്രം പറഞ്ഞ് ഇന്നി അൻഹാക്കും അൻ ദാലിക, ഞാനിതാ ഈ അവസ്ഥയിൽ പോലും നിങ്ങളെ ഞാൻ അക്കാര്യത്തെ തൊട്ട് വിലക്കുകയാണ്, വിരോധിക്കുകയാണ്, തടയുകയാണ്. നിങ്ങളത് ചെയ്തു പോകരുത് കേട്ടോ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇതതിന്റെ ലാഹിറാണ്. ഏത്? ഈ ഖബറുകൾ, ഈ മസാറുകൾ, ഈ മക്കാമുകൾ അതിന്റെ ലാഹിറായ ആസാറാണ്. ഏതിന്റെ? ഞാൻ നേരത്തെ പറഞ്ഞ ആ വിശ്വാസത്തിന്റെ. നന്മ ചെയ്യും, പുണ്യം കിട്ടും, രോഗം സുഖപ്പെടുത്തും, ശിഫയാക്കും എന്ന ആ വിശ്വാസത്തിന്റെ ആസാറാണ് ഈ കാണുന്ന സാധനം. അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് ഈ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ഒരു നിലക്കും അതിൻ്റെ ന്യായീകരണം ആരെന്ത് എവിടെ പറഞ്ഞാലും പ്രമാണവുമായി ഇതിന് ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത് അഖീദയുമായി ബന്ധപ്പെട്ടത്. ഇനി അമലുമായി ബന്ധപ്പെട്ടത്, അഥവാ അമലിയായ വിദ്യാർത്ഥി, അഥവാ ആചാരവുമായി ബന്ധപ്പെട്ട, ഇബാദത്തുമായി ബന്ധപ്പെട്ട, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ, അതിപ്പോ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. സമൂഹം അത് ദീനായി കണക്കൂട്ടുകയാണ്. ഇപ്പോ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലി ഏതാന്ന് തിരിയാത്ത രൂപത്തിൽ മതത്തെ അതിലേക്ക് അങ്ങോട്ട് കൂട്ടി പിണച്ച് കലർത്തിപ്പോയിരിക്കുകയാണ്. അതാണ് ഇമാം ഷാത്തിബി പറഞ്ഞത്, തുളാഹി അശ്ശറഇയ്യ, ശരീഅത്തിനോട് തുല്യമായ രീതിയിൽ ഉണ്ടാക്കപ്പെട്ട പുതിയ നിർമ്മിതികൾ എന്ന്. നമ്മുടെ നാട്ടിലെല്ലാം
വളരെ പുണ്യകരമായി ചെയ്യുന്ന കാര്യമാണ് മരണാനന്തരം നടക്കുന്ന ഒരുപാട് ചടങ്ങുകൾ. 1, 7, 3, 14, ചില സ്ഥലത്ത് 15, പിന്നെ ഒരു വർഷം തികയുമ്പം അവരുടേതായിരിക്കുന്ന ആണ്ട് കഴിക്കൽ നമ്മളെ നാട്ടിൽ പറയാം. അതിൻ്റെ ഭക്ഷണങ്ങളും കുറെ ചെലവുകളും. ഇപ്പം മരിക്കണമെങ്കിലും വലിയ പണിയാണ്. നല്ല പണം ഉണ്ടാക്കി വെച്ചിട്ട് മരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഈ ചെലവെല്ലാം നടക്കണ്ടേ. നമ്മളൊക്കെ നാട്ടിൽ ഭയങ്കര മാരത്തോൺ ഖുർആൻ പാരായണമാണ് എൻ്റെയൊക്കെ നാട്ടിൽ. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കാം, ഇത് ഇങ്ങനെ റസൂൽ ചെയ്തിട്ടുണ്ടോ? റസൂലാണല്ലോ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, റസൂലിന്റെ വാക്കോ പ്രവൃത്തിയോ മൗനാനുവാദമോ ഇതിനുണ്ടോ? റസൂൽ മരിച്ചു കിടന്നിട്ടില്ലേ? അബൂബക്കർ റളിയല്ലാഹു മരിച്ചു കിടന്നിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ സഹാബി പ്രമുഖന്മാരിൽ പലരും മരണപ്പെട്ടിട്ടില്ലേ? രക്തസാക്ഷികളായിട്ടില്ലേ? റസൂലുള്ളാഹിക്ക് വലിയ വിഷമമുണ്ടാക്കിയ മരണങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സംഭവിച്ചിട്ടില്ലേ? പ്രയാസമുണ്ടാക്കിയ മരണങ്ങൾ ഉണ്ട്. ഏതെങ്കിലും ഒരു മരിച്ച ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം കാര്യങ്ങൾ ചെയ്തോ? അത് ഞാൻ വിശദീകരിച്ച് ഞാൻ പറയില്ല. എന്താണ് ഏതാണെന്ന് നമുക്കറിയാവുന്നതാണ്. നേരെ മറിച്ച് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത റസൂലുള്ളാഹിക്ക് ലഭിക്കുകയുണ്ടായി, അറിയിക്കപ്പെടുകയുണ്ടായി. മൂത്തത്ത് യുദ്ധത്തിലാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി കൊല്ലപ്പെടുന്നത്. ആ വാർത്ത റസൂലിന് കിട്ടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന്റെ മറ്റ് ബന്ധുമിത്രാദികളോട് പറയുകയാണ്. ആരോട്? അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട്. ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നവൻ ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് റസൂലുള്ള പറയുകയാണ്, ഇസ്നഊ ലി ആലി ജഅഫറ തആമാ, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ചുറ്റുപാടിലല്ല, അതാഹും മാ യുശ്ഗിലുഹും, അവരെ അതിൽ നിന്ന് ശുഗലാക്കുന്ന, തിരിച്ചു കളയുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അവരെ ഉപ്പ രക്തസാക്ഷിയായി മരിച്ചു എന്ന വാർത്തയാണ് വന്നത്. അതുകൊണ്ട് ചുറ്റുമുള്ള ബന്ധുമിത്രാദികളെ നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി അവരെ കൊണ്ട് ഭക്ഷിപ്പിക്കണം, അവർക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണം. എന്താ നമ്മളെ നാട്ടിൽ നടക്കുന്നത്? എന്താ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇമ്പറിന്റെ മോളിന്ന് നടക്കുന്ന അതാണോ? അല്ല. അപ്പൊ ഇത് അമലിയായ ബിദ്അത്ത്. റസൂലുള്ളാഹി താക്കീത് ചെയ്ത കാര്യം അലൈക്കും ബിസുന്നത്തി എന്ന ആ ഹദീസിന്റെ അവസാന ഭാഗത്തിൽ കാണാം, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. ഇതാ പുതിയ നിർമ്മിതികളെ, പുത്തൻ ആചാരങ്ങളെ, പുത്തൻ വിശ്വാസങ്ങളെ, അനാചാരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എന്റെ ചര്യയെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം കേട്ടോ. തമസ്സകൂ വഅള്ളു അലൈഹാ ബിന്നവാജിദ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ ഇഖ്തിലാഫ് ഉണ്ടാവുന്ന പറഞ്ഞത്. ഉണ്ടാവൂല, നിങ്ങളൊക്കെ ഒരേ സംഘമായിട്ട് ഇങ്ങനെ പോകുന്നല്ല. ഇഫ്തിറാഖും ഇഖ്തിലാഫും ഉണ്ടാകും. അതിനാണ് ഞാൻ അള്ളാഹിന്റെ കലാമാകുന്ന ഖുർആനും എന്റെ ചര്യയാകുന്ന സുന്നത്തും ഇവിടെ ഇട്ടേച്ച് പോകുന്നത്. തറക്തുക്കും, അതിനാണ് ആ സാധനം, അതിനാണ് ആ പ്രമാണം, അതിനാണ് ശരീഅത്തിന്റെ ഉറവിടെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. അതിൽ നോക്കണം, അതിൽ തെളിവുണ്ടോ നോക്കണം, അതുമായി ഇത് ഉരച്ചു നോക്കണം. ആ കാലഘട്ടത്തിൽ മതമല്ലാത്ത ഒന്നും ഇന്ന് മതമല്ല. മദ്ഹബിന്റെ ഇമാമുകളിൽ പലരും പറഞ്ഞ പോലെ അന്ന് മതമല്ലാത്ത ഒന്നും ഇന്ന് മതമാവുകയില്ല എങ്കിൽ, അന്ന് മതമല്ലാത്ത ഒന്ന് ഇന്ന് വല്ലവന് മതമായി ചെയ്താൽ അത് അനാചാരമാണ്, തള്ളപ്പെടേണ്ടതുമാണ്, സംശയമല്ല. അപ്പൊ അന്ന് മതാണോ അല്ലേ എന്ന് ചെറിയൊരു പരിശോധന. കാരണം പരലോകത്തിന്റെ കാര്യമാണല്ലോ, നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇത്തരം ഇബാദത്തുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ നമ്മൾ വിട്ടുപോകും. എന്താ അതിന്റെ ഗൗരവം റസൂൽ പറഞ്ഞത്?
നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് റസൂലുള്ളാന്റെ വെള്ളം അള്ളാഹ് നൽകിയ അത് കുടിക്കാൻ വേണ്ടി ചൊല്ലും. എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ, അതാ റസൂൽ പറഞ്ഞ് എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ. അപ്പൊ അവരെ ഒരു വിഭാഗത്തെ അവിടുന്ന് ആട്ടും, സുഹക്കൻ സുഹക്കൻ, ദൂരെ പോവുക ദൂരെ പോവുക, എന്റെ മതത്തിൽ മാറ്റിമറിക്കൽ നടത്തിയവരെ എന്ന് പറയപ്പെടും. ലിമൻ ബദ്ദലു, മാറ്റിമറിച്ചു, ഇല്ലാത്ത ഉണ്ടാക്കി തീർത്തു, ഇല്ലാത്ത കാര്യങ്ങളെ മതമായി അഴിട്ടിക്കുകയും പുണ്യം കൽപ്പിക്കുകയും ആചരിക്കുകയും ചെയ്തു. അതുകൊണ്ട് സുഹക്കൻ സുഹക്കൻ സുഹക്കൻ, ദൂരെ പോ എന്ന് പറയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പി. അതാ ബിദ്അത്തിന്റെ ഗൗരവം, അനാചാരങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വാക്കാലുള്ള അനാചാരം അഥവാ കൗലിയായത്, അതും ഇതേമാതിരി തന്നെയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്, ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്, നമ്മളെ പഠിപ്പിച്ചതുണ്ട്. ഹദീസിൽ വാരിതായ അതിൻ്റെ ലഫ്ലുകൾ കൃത്യമായി അതേപോലെ തന്നെ നമ്മൾ ചെല്ലണം. എണ്ണം പറഞ്ഞത് എണ്ണം കണക്കാക്കി ചെല്ലണം. രാവിലെ പറഞ്ഞത് രാവിലെ ചൊല്ലണം. വൈകുന്നേരങ്ങളിൽ പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ ചൊല്ലണം. രാത്രിയിൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ, പകൽ ഒരു വട്ടം ചൊല്ലിയാൽ, പ്രഭാതത്തിൽ ചൊല്ലിയാൽ എന്ന് പറയുന്നതൊക്കെ അതേപോലെ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചൊല്ലിയും വേണം. അതിനൊന്നും ഇവിടെ ആരും എതിരല്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ നമ്മുടെ വകയായ കൂട്ടലോ ചേർക്കലോ പ്രവൃത്തിയിലോ വാക്കിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബിദ്അത്തുൻ ഇളാഫിയ്യ, കൂട്ടിച്ചേർത്താൽ ചേർത്ത ബിദ്അത്തായി, വെള്ളം ചേർത്ത ബിദ്അത്ത് എന്ന് പറയാം. ഇനി ചിലതൊക്കെ എന്താ, ചിലത് ഒറിജിനലാണ്, അതിന് മതത്തിൽ എവിടെയോ തെളിവുണ്ടാവില്ല, ഹഖീഖിയായ ബിദ്അത്ത് എന്ന് അതിന് പറയാം. ഇപ്പൊ മൗലിദ് ആഘോഷിക്കൽ കൈപ്പെട്ടതാ ഹഖീഖിയൻ ബിദ്അത്ത് എന്ന്. അത് പറഞ്ഞാൽ റസൂലോ സഹാബത്തോ കാര്യമൊന്നും അവരാരെ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവമല്ല. റസൂലുള്ളാന്റെ കാലത്തില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് ഹഖീഖിയൻ, റസൂൽ പഠിപ്പിച്ചതിലേക്ക് നമ്മളെ വക ചേർത്തിയാൽ ഇളാഫിയ ബിദ്അത്ത്, അഥവാ അതിലേക്ക് ചേർക്കപ്പെട്ട അനാചാരം എന്നാ പറയാ. എത്ര റസൂലുള്ള ദീൻ പഠിപ്പിച്ചതിന്റെ രൂപം നമുക്കറിയണ്ടേ. ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ നേരത്തുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അതാ നമുക്ക് തോന്നിയമായി ചൊല്ലലും പഠിക്കലും ചാടലും ഓടലും ഒന്നും ദീനിൽ പറ്റൂല, മതമായി പറ്റൂല, പുണ്യം കൽപ്പിച്ചുകൊണ്ട് പറ്റൂല, പരലോകത്തേക്ക് പുണ്യം വെച്ചുകൊണ്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാവാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ എന്താവും, വളരെ ഗൗരവപരമായതാവും. ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ നേരത്തുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അല്പം സുദീർഘമാണ് ആ ഹദീസ്. അതിൽ ഉറങ്ങാൻ നേരത്തെ നീ നമസ്കാരത്തിന് വുളൂ ചെയ്യുന്ന പോലെ വുളൂ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതാ നീ വലതുഭാഗം വെച്ചുകൊണ്ട് കിടക്കുക, എന്നിട്ടിതാ നീ ഒരു പ്രാർത്ഥന ചൊല്ലുക എന്ന് പറഞ്ഞ പ്രാർത്ഥന ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ അവസാന ഭാഗത്തിൽ കാണാം ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത എന്ന് നീ പറയണം. അല്ലാഹുവേ, നീ ഇറക്കിയ പരിശുദ്ധ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചു എന്ന് നിന്റെ പാർശ്വം ബെഡിൽ വെച്ചുകൊണ്ട് വലതുഭാഗം വെച്ചുകൊണ്ട് കടന്നുകൊണ്ട് നീ പറയണം. വബി റസൂലി വബി നബിയിക്കല്ലദീ അർസൽത, വബി നബിയിക്കല്ലദീ അർസൽത, നീ നിയോഗിച്ചയച്ച നിന്റെ നബിയിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയണം ബറാഅ. അങ്ങനെ ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു കേട്ട് അദ്ദേഹം ഇത് പഠിച്ച് സുമ്മ റദത്തുഹാ അലാ റസൂലില്ലാഹ്, പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹിക്ക് ഞാൻ ഇത് ആവർത്തിച്ച് പഠിപ്പിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ആ കേൾപ്പിച്ചു കൊടുത്തപ്പോ വബി നബിയിക്കല്ലദീ എന്നതിന് പകരം വബി റസൂലിക എന്ന് പറഞ്ഞു. ആര്? ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. റസൂൽ പഠിപ്പിച്ച എങ്ങനെയാന്ന്? വബി നബിയിക്കല്ലദീ അർസൽത. പിന്നീട് ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ എങ്ങനെയാന്ന്? വബി റസൂലിക്കല്ലദീ അർസൽത. ഇത് റസൂൽ കേട്ടു. പാഠം പരിശോധിക്കാന്ന് പറയാ വേണമെങ്കിൽ
ലാ, അങ്ങനെ പറ്റില്ല. ഞാൻ നിന്നെ പഠിപ്പിച്ചത് വബി നബീക എന്നാണ്. വബി റസൂലിക്കല്ലദി അർസൽത എന്ന പദങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാവാം, പക്ഷേ പറ്റില്ല. ലാ വബി നബീകല്ലദി അർസൽത എന്ന് തന്നെ ബറാഅനി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തുകയാണ്, തെറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടാ, പ്രാർത്ഥനയാണ്, ദിക്റാന്ന്, ഔറാദാന്ന്, വിർദാന്ന് എന്ന് കരുതി നമുക്ക് യഥേഷ്ടം തോന്നുന്നതും അതേപ്രകാരം നമ്മളെ വക കൂട്ടലുകളും കുറക്കലുകളും ഒന്നും പാടില്ലാത്തതാ. അതൊക്കെ അളന്ന് മുറിച്ച് കണക്കാക്കിയത്. കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ നാക്കിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ വഹ്യാ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വഹീന്റെ ഇസ്മത്ത് വബി നബിയിക്ക എന്ന പദത്തിനേ ഉള്ളൂ. വബി റസൂലിക്ക എന്ന് നീ ചൊല്ലിയ പദത്തിന് വഹീന്റെ ഹിഫ്ളില്ല. അതുകൊണ്ട് അത് അല്ല ശരി. ഞാൻ നിന്നെ പഠിപ്പിച്ച വബി നബിയിക്കല്ലദീ അർസൽത അതാണ് ശരി. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ. അപ്പൊ കാര്യത്തിന്റെ ഗൗരവമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാശിയോ വക്കാണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധാനമുള്ളതായിരിക്കുന്ന ആളുകളുടെ കടുംപിടുത്തോ അല്ല. നമ്മൾ നരകത്ത് പോകാണ്ടിരിക്കാൻ, ആരും നരകത്ത് പോകാണ്ടിരിക്കാൻ നമ്മൾ മാത്രമല്ല, നമ്മുടെ ബന്ധുക്കളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ ജനങ്ങളും മഹല്ലത്തുകാരും കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ആരും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നരകത്ത് പോയിക്കൂടാ. അതിൽ നമുക്ക് വാശിയുമാണ്. നരകത്തിൽ പോകാൻ പാടില്ല എന്ന വിഷയത്തിൽ നമുക്ക് എന്തായിരിക്കണം? വാശിയുമാണ്. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ അത് വാശിയല്ല, അത് സ്വർഗ നരക തീരുമാനത്തിന്റെ ഇടയിലുള്ള സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തബിയ സുന്നകളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. റസൂലിനെ വല്ലവനും അനുസരിച്ചാൽ അത് അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹിനെ അനുസരിച്ചു. വമൻ തവല്ല, റസൂലുള്ളാഹിനെ അംഗീകരിക്കാതെ വല്ലവനും പിന്തിരിഞ്ഞു പോയാൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, നിന്നെ ഞാൻ അവരുടെ മേൽ ഒരു കാവൽക്കാരനാക്കി നിശ്ചയിച്ചിട്ടില്ല. അതാണ് ഞാൻ വാശി വെക്കാണെന്ന് പറഞ്ഞത്. പിടിച്ചുകൊണ്ടോയി സ്വർഗത്തിലാക്കാന്നുള്ള നമ്മളെ ഉത്തരവാദിത്തമല്ല. കാര്യങ്ങൾ ബലാഗ് ദഅവത്ത് പറഞ്ഞു കൊടുക്കൽ മാത്രം. വമാ അർസൽനാക അലൈഹിം ഹഫീളാ, നിന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ട ഒരു കാവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്തുൻ നിസായിലെ 80-ാമത്തെ ആയത്ത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അള്ളാഹു ചെയ്ത നിഅമത്തുകൾ. നമ്മൾ എപ്പോഴും അള്ളാഹിന്റെ നിഅമത്തിനെ പറ്റി ബോധവാന്മാരായിരിക്കണം. നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് കിട്ടിയത് തികയുന്നില്ല, നമുക്ക് ലഭിച്ചതിൽ നമുക്ക് പോരായ്മകളുണ്ട്, മറ്റവൻ അത്ര കിട്ടി ഇത്ര കിട്ടി എന്നൊക്കെയുള്ള ആ ഏറ്റപ്പറ്റുകൾ ചിന്തിക്കുന്നവരും അതിൽ ടെൻഷൻ അടിക്കുന്നവരും നമ്മൾ. ഒരിക്കലും അതിൻ്റെ ആവശ്യമല്ല. പരിശുദ്ധ ഖുർആൻ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നോക്ക്, നിങ്ങൾ ഒരിക്കൽ രാത്രിയിൽ അല്ലെങ്കിൽ പകലിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഫി ലൈലത്തിൻ ഫി യൗമിൻ ഔ ലൈലത്തിൻ എന്ന ഹദീസിൽ കാണാം, രാത്രിയിലോ പകലിലോ റസൂലുള്ളാഹ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പുറത്ത് കാണുന്നത്
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയുമാണ്. അപ്പൊ റസൂൽ ചോദിക്കുകയുണ്ടായി, മാ അഖ്റജകുമാ മിനൽ ബൈത്ത്, എന്താണ് നിങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കാരണം? രണ്ടാളും ഒരേ സ്വരത്തിൽ പറയുകയാണ്, പ്രവാചകരെ, ഞങ്ങൾ പുറത്തിറങ്ങാൻ കാരണം അൽ ജൂ, വിശന്നിട്ടാണ്. നല്ല മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പോലെ വക്കത്തിന് സമയാസമയം ഭക്ഷണം, നാസ്ത. ടൈം തെറ്റിയാൽ നമുക്ക് വലിയ പ്രശ്നമാണ്. വലിയ നിഅമത്തിലും അനുഗ്രഹത്തിലും കഴിഞ്ഞുകൂടുന്നവരാണ് നമ്മൾ. റസൂലിന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും അനുഭവമാണ് ഈ പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും. ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങാൻ കാരണം ഇല്ലൽ ജൂ, വിശപ്പ് കൊണ്ടാണ് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാനും അത് തന്നെയാണ് പുറത്തിറങ്ങാൻ കാരണം. വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്നിട്ട് കായില്ല, പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഉടൻ തന്നെ തൊട്ടടുത്ത വീട് ഒരു അൻസാരിയുടെ വീടാണ്. അവിടേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം അവിടെയില്ല, അദ്ദേഹം വെള്ളമെടുക്കാൻ പോയതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ഈ അൻസാരിയായ മനുഷ്യൻ വന്നു. റസൂലുള്ളാഹിനെയും പ്രമുഖരായ സഹാബികളെയും കണ്ടപ്പോൾ ഇന്നെനിക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും മുന്തിയ വിരുന്നുകാരെയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഈത്തപ്പഴം, അത് പഴുത്തതും പഴുത്ത് പാകമാവാത്തതുമായ ഈത്തപ്പഴവും വെള്ളവും റസൂലുള്ളാഹിക്കും ഈ സഹാബി വര്യന്മാർക്കും കൊടുക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഒരു ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷണമുണ്ടാക്കാൻ തിരിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, കറവയുള്ള ആടിനെ നീ അറുക്കണ്ട കേട്ടോ, കറവയുള്ള ആടിനെ പിടിച്ച് അറുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കറവയില്ലാത്ത ഒരു ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷണം ഒരുക്കുകയുണ്ടായി. റസൂലുള്ളാഹിക്കും ഈ രണ്ട് സഹാബി വര്യന്മാർക്കും, അഥവാ ഈ പിന്നീട് രണ്ട് ഖലീഫമാരായി വന്ന മഹാന്മാരായ സഹാബികൾക്ക് ഭക്ഷണം ഒരുക്കുകയും കൊണ്ട് അദ്ദേഹം അവരെ റസൂലുള്ളാഹിനെയും ഈ രണ്ടാളെയും വിളിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ്. സുഹൃത്തുക്കളെ, മനസ്സിലാക്കണം, ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആയത്താണ്, ഈ അനുഗ്രഹത്തെ പറ്റി പോലും നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് വിശന്നുകൊണ്ടാണ്, പട്ടിണിയായിട്ടാണ്. വീട്ടിലേക്ക് നിങ്ങൾ തിരിഞ്ഞു ചെല്ലുന്നത്, വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നാളെ പരലോകത്ത്. നമ്മളോ? അതാണ് നമ്മളെ സ്ഥിതിയോ? അത് ഞാൻ പറഞ്ഞത് നേരത്തെ, വക്കത്തിന് കഴിച്ചില്ലെങ്കിൽ നമുക്ക് വയറ്റിൽ കാണല്, വയറിന് പ്രശ്നം, തടിക്ക് പ്രയാസം, ബുദ്ധിമുട്ട്. ആരാണ് സുഹൃത്തുക്കളെ ഈ മൂന്നാളുകൾ? ഒന്ന്, ഈ ഉമ്മത്തിന്റെ തലവനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, ആ തലവന് ശേഷം ഖലീഫയായി വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു. മൂന്ന്, ആ ഖലീഫയ്ക്ക് ശേഷം രണ്ടാം ഖലീഫയായി സുബ്ഹിക്ക് ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുമ്പോൾ കുത്തേറ്റുകൊണ്ട് മരണപ്പെട്ട മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് ആളുകളാണ് ഭക്ഷണമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയും കൊണ്ട് ഭക്ഷണം ലഭിച്ചത് കഴിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആയത്തോടെ ഉപദേശിക്കുന്നത്, ഈ അനുഗ്രഹത്തെ പറ്റി പോലും നിങ്ങളോട് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമ്മളിപ്പോ എത്ര മറുപടി പറഞ്ഞാൽ മതിയാകും? കുറച്ച് പറഞ്ഞാൽ മതിയാവോ? മതിയാകില്ല. അതുകൊണ്ട് റബ്ബ് ചെയ്ത നിഅമത്തുകൾ, അത് ഭക്ഷണമാവാം, പണമാവാം, മക്കളാവാം, സന്താനങ്ങളാവാം, ആയുസ്സാകാം, ആരോഗ്യമാവാം, ഏതുമാവാം, ഇതെല്ലാം റബ്ബിന്റെ നിഅമത്തുകളാണ്. അതിന് മറുപടി പറയാതെ കാലെടുത്ത് അങ്ങോട്ട് വെക്കാൻ നാളെ മഹ്ശറിൽ അല്ലാഹു സമ്മതിക്കൂല. ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു അടിമയുടെയും കാൽപാദങ്ങൾ ചലിപ്പിക്കുക സാധ്യമല്ല. റസൂലുള്ളാഹി പറഞ്ഞാണ്.
അതുകൊണ്ട് നമ്മൾ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരായിരിക്കുക. നേരത്തെ പറഞ്ഞ ബിദ്അത്തുകളെ സംബന്ധിച്ച് നമ്മൾ ജാഗരൂകരുമായിരിക്കുക. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും നാമുമായി ബന്ധപ്പെട്ടവരും നമ്മുടെ സുഹൃത്തുക്കളും അവരോടൊക്കെ നസീഹത്തിന്റെ ഭാഷയിൽ, നസീഹത്തിന്റെ ശൈലിയിൽ, ഹിക്മത്തോടു കൂടെ, യുക്തിയോട് കൂടെ മാന്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇത് എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി പറയുന്നതല്ല സുഹൃത്തെ, ഇത് നമ്മുടെ എല്ലാം സ്വർഗത്തിന് വേണ്ടി പറയുന്നതാണ് എന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ പ്രമാണമാകുന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹുവെ നീ പുറത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, അള്ളാഹുവെ അവരെ ബർസഖിനെ നന്നാക്കി തീർക്കണമേ അല്ലാഹ്. അവരുടെ ബർസഖിൽ അവർക്ക് അമ്ന് നൽകണമേ തമ്പുരാനെ. അവരെ ഞങ്ങളെയും നാളെ പരലോകത്ത് ഇങ്ങനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. അവർ മുഖേന ദുനിയാവിലും ആഖിറത്തിലും കൺകുളർമ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. ഫലസ്തീനിലും മറ്റും കഷ്ടപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് ആശ്വാസം നൽകണമേ അല്ലാഹ്. ശത്രുവിനെ നീ പരാജയപ്പെടുത്തണമേ അല്ലാഹ്. ശത്രുവിൻ്റെ മനസ്സിൽ അലിവും കനിവും ഇട്ടുകൊടുക്കണമേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളിൽ ശയ്യാവലംബികളായി രോഗികളായി കിടക്കുന്ന പലരുമുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണമേ അല്ലാഹ്. ആശുപത്രിയിലും മറ്റും കഴിഞ്ഞുകൂടുന്നവർക്ക് ആശ്വാസവും ശിഫയും സിഹത്തും ആഫിയതും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. എല്ലാത്തിലും ഉപരി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ സ്വബോധത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാൻ തൗഫീഖ് നൽകണമേ അല്ലാഹ്. ഈമാനും അസ്മും തവക്കുലും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ച് നൽകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اشف مرضانا ومرضى المسلمين ورموتانا وموتى المؤمنين واكتب اللهم الستر والسلامة علينا وعلى والدينا وعلى جميع المسلمين والمؤمنين أجمعين يا رب العالمين. اللهم انصر المسلمين في فلسطين. اللهم انصر المجاهدين في فلسطين. اللهم انصرهم نصرا مؤزرا. اللهم دمر أعداءك وأعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.